എല്ലാവർക്കും ശ്രീരാഗ് റാംബോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് ക്ലച്ചിൻ്റെ റിവ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഹൈഡ്രോളിക് ക്ലച്ച് ഇൻസ്റ്റാളേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂ പോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് യൂസ് ചെയ്തിട്ട് ലിങ്ക് ഇട്ടാൽ മതി എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് പോസിറ്റീവ്സിലോട്ട് പോകാം. പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലച്ച് പ്ലേ ഭയങ്കര സ്മൂത്താണ്, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ക്ലച്ച് പുള്ളായാലും റിലീസായാലും വളരെ സ്മൂത്താണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് മെയിൻ്റെനൻസ് ഫ്രീ ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് കേബിൾ മാറ്റുക അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഓയിൽ മാത്രം മാറി കൊടുത്താൽ മതി. പിന്നെ നമുക്കൊരു പവർ ഫീൽ ചെയ്യും, വണ്ടിക്ക് കുറച്ചുകൂടെ പവർ കിട്ടിയതുപോലെ ഫീൽ ചെയ്യും ഈ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും. കാരണം അത് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് ക്ലച്ച് പെട്ടെന്ന് റിലീസ് ആവുന്നതിൻ്റെ ആ ഒരു പവർ ഫീലിംഗ് നമുക്ക് വരും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രോപ്പർ ഹൈഡ്രോളിക് ക്ലച്ച് അല്ല എന്നത് തന്നെയാണ്. കാരണം ഇത് ഡയറക്റ്റ് പുഷ് റോഡിനെ അല്ല പുഷ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊരു ഒരിക്കലും ഒരു പ്രോപ്പർ ഹൈഡ്രോളിക് ക്ലച്ച് അല്ല, അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല അഡാപ്റ്റേഷൻസ് ചെയ്യേണ്ടി വരും, പല മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ലേവ് സിലിണ്ടർ FC-യിൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേക്ക് സാധാരണ രണ്ട് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നത്, ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീ പ്ലേ നമുക്ക് കിട്ടുന്നില്ല. സാധാരണ ക്ലച്ചിന് കുറച്ച് ഫ്രീ പ്ലേ വരണം, അത് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. കാരണം ഇതിൽ മാക്സിമം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ക്ലച്ച് സ്വിച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നമുക്ക് ഇതിൽ വരുന്നില്ല. അത് വരുന്ന പല മോഡൽസ് ഉണ്ട്, അത് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിൽ ക്ലച്ച് സ്വിച്ച് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ ഗിയറിൽ വണ്ടി സ്റ്റാർട്ടാക്കാനും പറ്റില്ല, ന്യൂട്രൽ ഇട്ടേ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ നിന്ന് എയർ നമുക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് താഴെ ബ്ലീഡിംഗ് വാൽവ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാനും എയർ എടുത്ത് കളയാനും ഇച്ചിരി പാടാണ്. നെക്സ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡ് റിയർ വ്യൂ മിറർ വരുന്നില്ല, അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം അഡീഷണൽ നമുക്ക് ചെയ്യേണ്ടി വരും. ചില മോഡൽസിൽ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് റിയർ വ്യൂ മിറർ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു വില വന്നതെന്ന് പറഞ്ഞാൽ 3000 ആണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് 5000 ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ മോഡൽസ് ആകുമ്പോൾ 7500 to 10,000 അടുപ്പിച്ച് വരെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ മോഡൽ വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എല്ലാ മോഡൽസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.